നമസ്കാരം. പലതവണ പറയേണ്ട എന്ന് കരുതിയ ഒരു കാര്യം ഇപ്പോൾ പറയേണ്ടി വന്നിരിക്കുന്നു, പറയാൻ നിർബന്ധിതനായിരിക്കുന്നു. പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തൊരവസ്ഥ. സമസ്തക്കകത്തെ തർക്കം തന്നെയാണ് വിഷയം. പറയേണ്ട എന്ന് കരുതിയത് പറഞ്ഞതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട എന്ന് വെച്ചാണ്. എന്നാൽ ഇപ്പോൾ പറയേണ്ടി വന്നു എന്ന് പറയുന്നത് കുട്ടികളോട് മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലാണ്. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ എൻ്റെ വീട്ടിലുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ വീടുകളിൽ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാകും. എന്താണ് ഈ സമസ്തക്കകത്ത് പ്രശ്നമെന്നാണ് കുട്ടികൾ ചോദിക്കുന്നത്. മദ്രസയിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെ ഉസ്താദുമാർ പഠിപ്പിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കരുത്, നല്ലത് പറയണം, പരസ്പരം പിണങ്ങി നടക്കരുത്, 3 ദിവസത്തിലധികം അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടാതെ നടക്കരുത്. ഇതൊക്കെ പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ വേഷത്തിലുള്ള ആളുകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ അവർ തമ്മിലാണ് കലഹം നടക്കുന്നത്. സമസ്ത എന്ന് കുട്ടികൾ കേട്ടിട്ടുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് കൂടുതൽ അറിവൊന്നും അവർക്കുണ്ടാകില്ല. എന്നാൽ സമസ്തയുടെ കീഴിലാണ് മദ്രസ. സമസ്തയിൽ പരീക്ഷാ ഫീസ് അടക്കണം, സമസ്തയ്ക്ക് സംഭാവന കൊടുക്കണം, സ്റ്റാമ്പ് വാങ്ങിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്കറിയാം. വളരെയധികം ബഹുമാനത്തോടു കൂടിയും ആദരവോടു കൂടിയും ഒക്കെയാണ് സമസ്തയുടെ നേതാക്കന്മാരെയും ഉസ്താദുമാരെയും ഒക്കെ കുട്ടികൾക്ക് മദ്രസയിലെ ഉസ്താദുമാർ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുട്ടികൾ സമസ്തയുമായി ബന്ധപ്പെട്ട് കുട്ടികൾ പല വിധത്തിലുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. പഴയതുപോലെയല്ല. കുട്ടികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വാർത്തയും അതുപോലെ തന്നെ മറ്റു വിവരങ്ങളും ഒക്കെ കൃത്യമായി അറിയുന്നുണ്ട്. അതുപോലെ തന്നെ TV തുറന്നാൽ വാർത്ത വെച്ചാൽ സമസ്തയിലെ പ്രശ്നമാണ്, സമസ്ത മുസ്ലിം ലീഗ് പ്രശ്നം, സമസ്ത CIC പ്രശ്നം, സമസ്തയിൽ മുജാഹിദ് ഗ്രൂപ്പ് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. സമസ്ത ഒരു മതസംഘടനയല്ലേ, ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലല്ലോ. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് സമസ്തയ്ക്ക് എന്തെങ്കിലും ഇടപെടേണ്ട ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങൾ സമസ്തയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ടോ? ഇവിടെ രാഷ്ട്രീയക്കാർ പരസ്പരം കലഹിക്കുന്നതിനേക്കാൾ മോശമായ ഒരു അവസ്ഥയിലേക്ക് സമസ്തയിലെ ഉസ്താദുമാർ പോയിരിക്കുന്നു. മുക്കം ഉമർ ഫൈസിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദിവസമായി പല വാർത്തകളും വരുന്നു. അവസാനം മുഷാവറയിൽ നിന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന വാർത്ത വന്നു. ഇതൊക്കെ കുട്ടികൾ കേൾക്കുകയാണ്. സമസ്തയുടെ അധ്യക്ഷനാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അദ്ദേഹം ഇവിടെ മുഷാവറ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും. ആ മുഷാവറയിൽ നടന്ന ചർച്ച എന്തായിരിക്കും? ഒരു കാര്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ കലഹം ദീനിനു വേണ്ടിയാണോ? ഈ കലഹം ഹലാലാണോ? ഇവിടെ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ സമുദായത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി, സമുദായത്തിന് മതം പറയുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഒരു സംഘടനയാണ് സമസ്ത. ഈ സമസ്തയിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ ആവശ്യമില്ലാത്ത കാര്യം ഇടപെടുന്നുണ്ട്. CPIMന്റെ ഭാഗത്ത് നിന്നുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലീഗിലെ ഒരു വിഭാഗം സമസ്തയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ആളുകളെ ഒക്കെ മാറ്റി നിർത്തി പണ്ഡിതന്മാർ സമസ്തയുടെ വഴിക്ക് പോകട്ടെ, ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം അതിന് പുറത്തു വച്ചാകാം എന്ന ഒരു തീരുമാനമെടുത്താൽ മതി. എന്നാൽ ഈ പുറത്തുള്ള വിഷയങ്ങളൊക്കെ സമസ്തക്കകത്തേക്ക് കൊണ്ടുവന്ന് സമസ്തക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. കുട്ടികൾ ഇത് കാണുകയാണ്. ഉസ്താദുമാർ പരസ്പരം കലഹിക്കുന്നത് കാണുന്നു. കുട്ടികൾ വീട്ടിലുള്ളവരോട് ചോദിക്കുകയാണ്. മദ്രസയിൽ ചെന്നാൽ ഉസ്താദിനോട് ചോദിക്കാൻ കുട്ടിക്ക് ധൈര്യമില്ല. ഉസ്താദ് എന്താണ് പറയുക എന്നതിനെ കുറിച്ച് കുട്ടികൾക്ക് ഭയമുണ്ട്. എന്നാൽ വീട്ടിൽ വന്നാൽ കുട്ടികൾ ചോദിക്കുകയാണ്, എന്താണ് ഉപ്പ ഈ സമസ്തയിൽ എന്താണ് ഇങ്ങനെ പ്രശ്നം? മദ്രസയിൽ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണല്ലോ, പക്ഷെ സമസ്തക്കകത്ത് ഉസ്താദുമാർ പരസ്പരം കലഹിക്കുകയാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയാണല്ലോ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് മദ്രസയിൽ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. ഇതെന്താണ് ഇങ്ങനെ? സമസ്തയിൽ എന്താണ് ഇങ്ങനെ? ഉസ്താദുമാരെന്താണ് ഇങ്ങനെ? കുട്ടികൾക്ക് ഗ്രൂപ്പൊന്നും അറിയില്ല. അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളൊന്നും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒന്നാണ്. ഇവിടെ AP, EK അങ്ങനെ ഗ്രൂപ്പൊന്നും കുട്ടികൾക്ക് അറിയില്ല. ഞാനും ഇവിടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്നുകൊണ്ടല്ല സംസാരിക്കുന്നത്. ഏതായാലും ഇത് അങ്ങേയറ്റം ഖേദകരമാണ്. പണ്ഡിതന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയുന്നു. 100 കണക്കിന് അല്ലെങ്കിൽ 1000 ആളുകൾ സമസ്തയുടെ പ്രവർത്തനത്തിനു വേണ്ടി പല വിധത്തിലും അവർ സഹായിക്കുന്നുണ്ട്. ഇവിടെ കുട്ടികളിൽ നിന്നും പിരിവെടുക്കുന്നുണ്ട്. പരീക്ഷാ ഫീസ്, അതുപോലെ തന്നെ മറ്റ് രജിസ്ട്രേഷൻ ഫീസ്, അതുപോലെ തന്നെ ഇടയ്ക്ക് കുട്ടികൾ സ്റ്റാമ്പ് വാങ്ങിക്കുന്നു. എത്രയോ കുട്ടികൾ സമസ്തയുടെ കീഴിലുള്ള മദ്രസകളിൽ പഠിക്കുന്നു.
എന്തായാലും ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടികൾ ഇപ്പോൾ വല്ലാതെ പ്രയാസത്തിലാണ്, വിഷമത്തിലാണ്. എനിക്ക് പറയാനുള്ളത്, ഈ പണ്ഡിതന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പഴിചാരുമ്പോൾ, വഴക്ക് പറയുമ്പോൾ, ചളിവാരി എറിയുമ്പോൾ, ഈ സമസ്ത എന്ന് പറയുന്ന സംവിധാനത്തിന് കീഴിലുള്ള മദ്രസയിലെ കുട്ടികളെ കുറിച്ച് നിങ്ങളൊന്ന് ഓർക്കണം. മറ്റുള്ള ആളുകളെ ഒന്നും നിങ്ങൾ ഓർക്കണ്ട, അവരെയൊക്കെ അങ്ങ് മാറ്റി നിർത്തുക. കുട്ടികളെ കുറിച്ചൊന്ന് ഓർക്കുക. ചെറിയ കുട്ടികൾ, ഉസ്താദ്മാർ എന്ന് പറഞ്ഞാൽ അവർക്ക് ബഹുമാനമാണ്, സ്നേഹമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് അവർ ഉസ്താദുമാരെ നോക്കിക്കാണുന്നത്. എന്നാൽ ഈ ഉസ്താദുമാരെ സമൂഹ മാധ്യമങ്ങളിൽ പലരും പല വിധത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയുന്ന ഉസ്താദുമാരുടെ കൂടെയൊക്കെ കുറച്ച് ആളുകളുണ്ട്. ഒരു വിഭാഗം മുക്കം ഉമർ ഫൈസിയുടെ കൂടെ നിൽക്കുമ്പോൾ മറ്റൊരു വിഭാഗം മുത്തുകോയ തങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലരുടെയും കൂടെ ഈ ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അവരുടെയൊക്കെ അനുയായികളായി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുകയാണ്. ഇത്തരത്തിലുള്ള തർക്കങ്ങൾ, ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിഷയങ്ങൾ ചാനലുകളിൽ വാർത്തയാവുകയാണ്, പത്രങ്ങളിൽ വാർത്തയായി വരികയാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും സമസ്ത എന്ന് പറയുന്ന ഒരു സംവിധാനത്തിനകത്ത് ഉണ്ടാകാൻ പാടില്ല. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. രക്ഷിതാക്കൾ കുട്ടികളോട് വിശദീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഒരു രക്ഷിതാവ് എന്ന രീതിയിലാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. സമസ്തയുടെ കീഴിലുള്ള മദ്രസയിൽ തന്നെയാണ് എൻ്റെ കുട്ടി പഠിക്കുന്നത്. അങ്ങനെ പല കുട്ടികളും പഠിക്കുന്നുണ്ട്. പല കുട്ടികളും രക്ഷിതാക്കളോട് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ അത് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി ഉസ്താദുമാർക്കില്ലാതെ പോയി എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വല്ലാതെ വിഷമമുണ്ട്. വളരെയധികം ഖേദത്തോടു കൂടിയാണ് ഇത്രയെങ്കിലും പറഞ്ഞത്. ഇനിയെങ്കിലും സൂക്ഷിക്കുക, ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.